പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ ഏതാനും ദിവസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭവാനിപൂർ ഉൾപ്പെടെ 55 സീറ്റുകളെ ചെലവിന്റെ കാര്യത്തിൽ സെൻസിറ്റീവായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സീറ്റുകളിലെ ചെലവ്, സ്ഥാനാർത്ഥികളുടെ ചെലവ് പരിധി കവിയുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നതിനാലാണ് ഈ കാരണം. ഈ ചെലവ് നിരീക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 100 നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 5 സംസ്ഥാനങ്ങളിൽ പരമാവധി നിരീക്ഷകരെ ബംഗാളിലാണ് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ചെലവ് നിരീക്ഷകരെ നിയമിക്കുന്നത് ഇതാദ്യമാണ്. പശ്ചിമ ബംഗാളിൽ അനധികൃത പണം, മദ്യം, സൗജന്യ ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്ന് എന്നിവയുടെ കള്ളക്കടത്ത് വർദ്ധിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നു. തമിഴ്നാടിന് ശേഷം ബംഗാളാണ് ഇക്കാര്യത്തിൽ 2ാം സ്ഥാനത്ത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ നിന്നായി ഇതുവരെ 1281 കോടി രൂപയുടെ സാധനങ്ങൾ പിടിച്ചെടുത്തു. ഇതുവരെ പിടിച്ചെടുത്ത 1281 കോടി രൂപയുടെ സാധനങ്ങളിൽ 105 കോടി രൂപയുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഉൾപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് സൗജന്യമായി വിതരണം ചെയ്യേണ്ട 178 കോടി രൂപയുടെ സാധനങ്ങൾ പിടിച്ചെടുത്തു. ബംഗാളിൽ മാത്രം ഏപ്രിൽ 17 മുതൽ 17 വരെ 430 കോടി രൂപയുടെ സാധനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 55 സീറ്റുകളെ ചെലവിന്റെ കാര്യത്തിൽ സെൻസിറ്റീവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നിരീക്ഷിച്ചില്ലെങ്കിൽ വോട്ടർമാരെ ആകർഷിക്കാൻ നിയമവിരുദ്ധമായ രീതികൾ ഉപയോഗിക്കാമെന്ന് കമ്മീഷൻ കരുതുന്നു. ഇപ്പോൾ സെൻസിറ്റീവായി പ്രഖ്യാപിച്ച സീറ്റുകളിൽ നോർത്ത് 24, പർഗാനാസ്, മാൾഡ, മുർഷിദാബാദ്, നോർത്ത് ദിനാജ്പൂർ എന്നിവയുടെ പ്രാന്തപ്രദേശങ്ങളും ഉൾപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് പണം ഉൾപ്പെടെയുള്ളവ വലിയ അളവിൽ നിയമവിരുദ്ധ വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ബംഗാളിന്റെ അതിർത്തിയിലുള്ള 8 സീറ്റുകളുമുണ്ട്. ഇതിൽ ബിധാൻ നഗർ, രാജ്ഘട്ട്, ന്യൂ ടൗൺ, ബരാസത്ത്, മധ്യംഗ്രാം, ബട്ട്പാറ, ഗന്ധദ, നോർത്ത് ബസീർഹട്ട് എന്നിവ ഉൾപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതുപോലെ കൊൽക്കത്തയിലെ 7 സീറ്റുകളെ സെൻസിറ്റീവ് വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.